ഞാനും പറഞ്ഞല്ലോ അത്. അതിനകത്ത് അൻവർ എന്തുകൊണ്ടാണ് അൻവർ ഈ നിലപാടെടുത്തതെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ഞങ്ങൾ അൻവറിനെ ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നു. അദ്ദേഹത്തെ അസോസിയേറ്റ് മെമ്പറായി UDF ഉൾപ്പെടുത്താൻ തീരുമാനിച്ചതാണ്. ആ കാര്യം അദ്ദേഹത്തെ അറിയിച്ചതാണ്. പക്ഷേ ഒരു UDF പോലുള്ള ഒരു രാഷ്ട്രീയ സംവിധാനത്തിൽ ഏത് പാർട്ടിയുടെയും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അവകാശം ആ പാർട്ടിയുടെ നേതൃത്വത്തിനല്ലേ. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോഴാണ് അൻവർ ഷൗക്കത്ത് ജയിക്കില്ല എന്ന് പറഞ്ഞു. അൻവറിൻ്റെ അന്നത്തെ പ്രവചനവും ഇന്നത്തെ അനുഭവം തമ്മിലൊന്ന് താരതമ്യം ചെയ്യുക. ഷൗക്കത്ത് ജയിക്കില്ല എന്ന് പ്രാരംഭത്തിൽ പറഞ്ഞ ഒരാളെ ഞങ്ങൾ ആ കാരണം കൊണ്ട് തന്നെയാണ്, അദ്ദേഹം തന്നെയാണ് ഈ മുന്നണിയിൽ വരുന്നതിന് തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഇപ്പോഴും അൻവറിൻ്റെ മുമ്പിൽ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു വികാരം കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ വോട്ടുകളും അതാണ്. അത് യഥാർത്ഥ സർക്കാർ വിരുദ്ധ വികാരമാണെന്ന് കണക്കിലെടുത്തുകൊണ്ട് ഈ സർക്കാരിന് എതിരായിട്ടുള്ള ഒരു മുന്നേറ്റത്തിനാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ സർക്കാർ വിരുദ്ധ വികാരത്തിൻ്റെ പതാകവാഹകർ UDF അല്ലേ. അതിനോടൊപ്പം അദ്ദേഹം നിൽക്കണം. അതാണ് ഇനി ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന പാഠം. അതെ, അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ കണ്ടത് വാതിലുകൾ അടച്ചാലും അടച്ച വാതിലുകൾ തുറക്കാമെന്ന് അദ്ദേഹം പറഞ്ഞത്. വാതിലുകൾ സ്ഥിരമായിട്ട് അടയ്ക്കുന്നില്ലല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടിയും. എന്നല്ല, തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോഴാണല്ലോ ചർച്ചയ്ക്ക് പോയത്. അൻവർ ഇനിയൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ UDF സഹായിക്കാൻ തയ്യാറായാൽ ചർച്ച ചെയ്യും. അത്രയേ ഉള്ളൂ.